الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. പെരുന്നാൾ ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഈദുൽ ഫിത്ർ. ഈദുൽ ഫിത്റിൽ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ധാരാളം പാഠങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളാണ് ഇൻഷാ അല്ലാഹ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം തൗഹീദ് മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഈദ് അതിൻ്റെ ആദ്യാവസാനം തൗഹീദിന്റെ വിളംബരമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ പിറ കണ്ടാൽ ഉടനെ തക്ബീർ ധ്വനികൾ ആരംഭിക്കുന്നത്. തക്ബീർ ചൊല്ലാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി നിരന്തരം അത്യുച്ചത്തിൽ തക്ബീർ ധ്വനികൾ മുഴക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ പ്രഥമമായ കൽപ്പനകളിൽ ഒന്നാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. സൂറത്തുൽ അലഖ് ഇറങ്ങിയതിനു ശേഷം പിന്നീട് സൂറത്തുൽ മുദ്ദസിർ രണ്ടാമതിറങ്ങുന്ന സൂറത്താണ്. അവിടെ കാണാം യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻസിർ വറബ്ബക ഫകബ്ബിർ. താങ്കളുടെ റബ്ബിന് തക്ബീർ മുഴക്കിക്കൊള്ളുക. അതിന് വിശദീകരിക്കുന്ന ഉലമാക്കൾ പറയുന്നത് കാണാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇമാം ത്വബരി റഹിമഹുല്ല വ്യാഖ്യാനിക്കുകയാണ്. വറബ്ബക യാ മുഹമ്മദു ഫഅദ്ദിം ബിഇബാദതി. അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യൽ കൊണ്ട് അള്ളാഹുവിനെ ആദരിക്കുക, ബഹുമാനിക്കുക. തക്ബീർ പറയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ബഹുമാനിക്കലാണ്, ആദരിക്കലാണ്, മഹത്വപ്പെടുത്തലാണ്. എങ്ങനെയാണത് സംഭവിക്കുക? ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്നതിലൂടെയാണ്. ഇബാദാത്തുകൾ മുഴുവനും, നമ്മുടെ പ്രാർത്ഥനകൾ, ദുആകൾ, ഇസ്തിഗാസകൾ, നമ്മുടെ നേർച്ചകൾ, നമ്മുടെ ബലികർമ്മങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, ഭയപ്പാടുകൾ, ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിന് സമർപ്പിക്കുക. ഇതിലൂടെയാണ് അള്ളാഹുവിനെ ബഹുമാനിക്കാൻ സാധിക്കുക. വീണ്ടും പറയുന്നത് കാണാം, വറഗ്ബതി ഇലൈഹി ഫീ ഹജാതിക് ദൂന ഗൈറ. നിനക്കെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് നിന്റെ ആവശ്യങ്ങളെ ഉന്നയിക്കുക, അവനിൽ പ്രതീക്ഷ വച്ച് പുലർത്തുക. അള്ളാഹുവിന് പുറമെ മറ്റാരിലേക്കും നിങ്ങൾ തിരിയാതിരിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തൗഹീദ് മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് തക്ബീർ ചൊല്ലുക എന്നതുകൊണ്ടുള്ള വ്യാഖ്യാനം എന്ന് ഇമാം ത്വബരി റഹിമഹുല്ല അതിന് വ്യാഖ്യാനിക്കാൻ. ഒട്ടനവധി മുഫസ്സിറുകൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വറബ്ബക ഫകബ്ബിർ, താങ്കളുടെ റബ്ബിന് തക്ബീർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഐ അഅ്സിംഹു ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ ആദരിച്ചു കൊള്ളുക, ബഹുമാനിച്ചു കൊള്ളുക.
ഇമാം സഅദി റഹിമഹുല്ല അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തൗഹീദ് മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈദ് സുദിനത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം. നമ്മെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇബാദത്തുകൾ അഖിലവും അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക. അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളിലേക്ക്, അമ്പിയാക്കളിലേക്ക്, സ്വാലിഹീങ്ങളിലേക്ക്, വലിയകളിലേക്ക്, വിഗ്രഹങ്ങളിലേക്ക് ഇബാദത്തുകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ദഅവകൾ, പ്രബോധനങ്ങൾ സമൂഹത്തിലെമ്പാടും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം നാമധാരികളിൽ നിന്നുവരെയും അല്ലാഹുവല്ലാത്ത മറ്റ് ആലിഹത്തുകൾക്ക് ഇബാദത്ത് അർപ്പിക്കുന്ന വളരെ ദാരുണമായ സംഭവങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൗഹീദ് മുറുകെ പിടിക്കുക. ഒരാൾ മുവഹിദായിട്ടല്ല മുശ്രിക്കായിക്കൊണ്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ കാലാകാലം അവൻ നരകത്തിന് അവകാശിയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഗുരുതരമായ അവസ്ഥ. അതുകൊണ്ട് നിർഭയത്വം ലഭിക്കാൻ, മനസ്സിന് സമാധാനം ലഭിക്കാൻ, സന്തോഷം ലഭിക്കാൻ, ഇഹപര വിജയം ലഭിക്കാൻ, വീടുകളിൽ സന്തോഷമുണ്ടാകാൻ, നാടുകളിൽ സ്വസ്ഥതയുണ്ടാകാൻ തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രഥമമായ സന്ദേശമായി നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. എന്താണോ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഏത് രൂപത്തിലാണോ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഏത് കോലത്തിലാണോ അതേപോലെ തന്നെ ഇബാദത്തുകൾ അർപ്പിക്കുക. നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച്, നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച്, നമ്മുടെ ബുദ്ധി പറയുന്നത് പോലെ, അല്ലെങ്കിൽ എന്റെ ഷെയ്ഖ് പറയുന്നത് പോലെ അങ്ങനെയല്ല ഇബാദത്തുകൾ ചെയ്യേണ്ടത്. എന്താണോ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് പ്രാമുഖ്യം കൊടുക്കുക, എന്നാലേ ഇബാദത്തുകൾ സ്വഹീഹാവുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഏറ്റവും ഖൈറായ ദിവസമെന്നാണ്, നന്മയുള്ള ദിവസമെന്നാണ്. അത് നന്മയുള്ള ദിവസമാണ് എന്ന് കരുതി നമുക്ക് തോന്നുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരാൾ നല്ല ദിവസമാണല്ലോ, ഇബാദത്തുകളിൽ വളരെ പ്രാധാന്യമേറിയ ഒന്നാണ് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. ഒരു ദിവസം അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ച് നോമ്പനുഷ്ഠിച്ചാൽ നരകത്തിൽ നിന്ന് 70 വർഷത്തിന്റെ വഴിദൂരം അവന്റെ മുഖം അകറ്റപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെരുന്നാൾ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ സ്വീകരിക്കപ്പെടുകയില്ല. നോമ്പ് പഠിപ്പിക്കപ്പെട്ടതുപോലെ ആയിരിക്കണം. അതേപോലെ എല്ലാ ഇബാദത്തുകളും, നമസ്കാരമാകട്ടെ മറ്റ് ഇബാദത്തുകളാകട്ടെ, സുന്നത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് ഇബാദത്തുകൾ അനുഷ്ഠിച്ചാൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅഖീമുസ് സ്വലാ വആതുസ് സക്കാ, നമസ്കാരം നിങ്ങൾ നിലനിർത്തണം, സക്കാത്ത് കൊടുത്തുവിടണം. വഅതീഉർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അനുസരിക്കുകയും വേണം. ലഅല്ലക്കും തുർഹമൂൻ, എന്നാലാണ് നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയപ്പെടുക, കാരുണ്യം നൽകപ്പെടുന്നത് അപ്പോൾ മാത്രമാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. പരിശുദ്ധ റമദാനിലെ ദിനരാത്രികളിൽ ഭംഗിയായി ഇബാദത്തുകൾ അർപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതിന്റെ ദിനങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. ഇത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അതിന് ശുക്ർ രേഖപ്പെടുത്തുക, നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് അനിവാര്യമാണ്. എങ്ങനെയാണ് നന്ദിയുള്ളവനാവുക? നാം ചെയ്തിരിക്കുന്ന ഇബാദത്തുകൾ അത് അവസാനിച്ചു പോകാനുള്ളതല്ല. അതിൽ ഒരു തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട്, നൈരന്തര്യം ഉണ്ടാകേണ്ടതുണ്ട്. നമസ്കാരങ്ങൾക്കാകട്ടെ, നോമ്പിനാകട്ടെ, ഖുർആൻ പാരായണത്തിനാകട്ടെ, മറ്റുള്ള ഏത് നന്മകൾക്കാകട്ടെ, കുടുംബബന്ധം ചേർക്കലുകൾക്കാകട്ടെ, വാക്കുകളും നോട്ടങ്ങളും മറ്റുള്ള നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം എങ്ങനെയാണോ സൂക്ഷിച്ചത് അത് ഇനിയും നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. കഅബ് റഹിമഹുല്ല പറഞ്ഞത് കാണാം. ഇമാം ഇബ്നു റജബുൽ ഹംബലി ഉദ്ധരിക്കുന്നുണ്ട്, മൻ സ്വാമ റമദാന വഹുവ യുഹദ്ദിസു നഫ്സഹു അന്നഹു ഇൻ അഫ്തറ റമദാന അല്ലാ യഅസില്ലാഹ ദഖലൽ ജന്ന ബിഗൈരി മസ്അലത്തിൻ വലാ ഹിസാബ്. ഒരാൾ റമദാനിൽ നോമ്പനുഷ്ഠിച്ചു, അവൻ അവന്റെ മനസ്സിനോട് പറയുകയാണ്, റമദാൻ കഴിഞ്ഞു കടന്നാലും ഞാൻ അള്ളാഹുവിനോട് ഇനി ധിക്കാരം കാണിക്കുകയില്ല, പാപങ്ങൾ ചെയ്യുകയില്ല, അള്ളാഹുവിനുള്ള ത്വാഅത്തിൽ തന്നെ ഇനി തുടരും എന്നുള്ള നെയ്യത്തോടെയാണ് ഒരാൾ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നത് എങ്കിൽ ചോദ്യം ചെയ്യപ്പെടാതെ സ്വർഗത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നതാണ്. എന്നാൽ വമൻ സ്വാമ റമദാന വഹുവ യുഹദ്ദിസു നഫ്സഹു അന്നഹു ഇദാ അഫ്തറ അസാ റബ്ബ, ഒരാൾ നോമ്പനുഷ്ഠിച്ചത് റമദാൻ കഴിഞ്ഞു കടന്നാൽ ഇനി ഞാൻ പാപങ്ങളിലേക്ക് ഏർപ്പെടും, ഇനി എന്റെ കണ്ണുകൾക്ക് നിയന്ത്രണമില്ല, നാവുകളെ അഴിച്ചുവിടും, എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കും എന്ന് നേരത്തെ മുൻകൂട്ടി കണക്കാക്കിയിട്ടാണ് റമദാനിൽ നോമ്പനുഷ്ഠിച്ചത് എങ്കിൽ ഫസിയാമുഹു അലൈഹി മർദൂദ്, അവന്റെ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല, അത് തള്ളപ്പെടും എന്ന്
ഇമാം കഅബ് റഹിമഹുല്ല പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ റമദാനിൽ നാം നേടിയെടുത്തിരിക്കുന്നതായ പരിശുദ്ധി അത് തുടരേണ്ടതുണ്ട്. അങ്ങനെയാണ് അള്ളാഹുവിന് നന്ദിയുള്ളവനായി തീരുക. റമദാനിൽ കൃത്യമായി ഇബാദാത്തുകൾ അനുഷ്ഠിച്ചവരുണ്ടാകാം. അവർ കൂടുതൽ വിനയാന്വിതരായി തീരുക, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക. കാരണം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നുണ്ട്, ചില ആളുകൾ ധാരാളം ഇബാദത്തുകൾ ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലെല്ലാം ധാരാളം കാണാമത്. അവർ അള്ളാഹുവിന് വേണ്ടി ധാരാളം ഇബാദത്തുകൾ അർപ്പിക്കും. ജനങ്ങൾ നോക്കുമ്പോൾ അവൻ വലിയ ആബിദായിരിക്കും. പക്ഷേ മരണത്തിന് തൊട്ടു മുമ്പായി നരകത്തിന്റെ ആളുകൾ ചെയ്യുന്ന അമലുകൾ ചെയ്തുകൊണ്ട് അവൻ നരകത്തിൽ പോകും എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നന്മകൾ ഒരാളെ നരകത്തിലെത്തിക്കുമെന്ന് സലഫുകൾ പറഞ്ഞതായി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. കാരണം അവൻ ചെയ്തിരിക്കുന്ന നന്മകൾ അവനെ ഉജ്ബിലാക്കി, അവൻ ഒരു താൻ പോരുമയുള്ളവനായി മാറി, അവൻ അഹങ്കാരിയായി മാറി. ഞാൻ നന്നായി നമസ്കരിക്കുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണ്, സക്കാത്ത് കൊടുക്കുന്നവനാണ്, ഞാൻ ധാരാളം അമലുകൾ ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ അഹങ്കാരിയാക്കി മാറ്റാൻ പാടില്ല. കൂടുതൽ വിനയാന്വിതനായി മാറുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഫുദാലത്ത് ബിൻ ഉബൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, എന്റെ അമലുകളിൽ നിന്ന് ഒരു അണുമണി തൂക്കം അള്ളാഹു സ്വീകരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ദുനിയാവും അതിനുള്ള സകലതും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇഷ്ടമതായിരുന്നു. ഒരു അണുമണി തൂക്കം അമൽ, ഒരു നമസ്കാരം, ഒരു സുജൂദ്, ഒരു നല്ല വർത്തമാനം, ഇത് അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇബാദാത്തുകൾ നിരന്തരം ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറം കൂടുതൽ വിനയാന്വിതരായിക്കൊണ്ട് അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യുക. റമദാനിൽ പോരായ്മകൾ ഉണ്ടായവരുണ്ടാകാം, ശരിയായ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താത്തവരുണ്ടാകാം. അവർക്കും ചില പാഠങ്ങളുണ്ട്. അവർ ചെയ്യേണ്ടത് കുറ്റബോധമുള്ളവരായി മാറുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ പശ്ചാത്തപിച്ചു മടങ്ങുക എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ചില ആളുകൾ ചില തിന്മകൾ ചെയ്യും. ആ തിന്മ അവനെ സ്വർഗത്തിലെത്തിക്കും. എങ്ങനെയാണത്? ഞാൻ കുറെ പാപങ്ങൾ ചെയ്തു, ആ പാപങ്ങൾ ചെയ്തത് മുഖേന എനിക്ക് വലിയ ഖേദമുണ്ടായി, കുറ്റബോധമുണ്ടായി. ആ കുറ്റബോധം എന്നെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ തിരിച്ച് അള്ളാഹുവിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുവാനും സ്വർഗത്തിലെത്തുവാനും അവനക്ക് സാധിക്കും. അതെ, റമദാനിൽ പാപികളായ ആളുകൾ വരെയും മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്ന ആളുകൾ വരെയും റമദാനിൽ അള്ളാഹുവിലേക്ക് മടങ്ങിയപ്പോൾ, കൃത്യമായി നോമ്പെടുത്തപ്പോൾ, നമസ്കരിച്ചപ്പോൾ, ഇബാദത്തുകൾ ചെയ്തപ്പോൾ എനിക്കതിന് സാധിച്ചില്ലല്ലോ, ഞാൻ കുറ്റക്കാരനായി മാറിയല്ലോ, ഞാൻ എത്ര വലിയ അക്രമിയാണ് എന്നുള്ള ഒരു കുറ്റബോധം ഒരു മനുഷ്യനുണ്ടാവുക. അത് കൂടുതൽ അള്ളാഹുവിലേക്ക് അവൻ അടുപ്പിക്കാൻ കാരണമായേക്കാം. അതവന്റെ സ്വർഗത്തിൽ ഉന്നത ദറജകളിലേക്ക് എത്തിച്ചേക്കാം. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, ലോകത്ത് നാം കാണുന്നുണ്ട്, വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലോകം ഒന്നടങ്കം. യുദ്ധഭീതി സമൂഹത്തിൽ വലിയ രീതിയിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. പലപ്പോഴും യുദ്ധം കാണുകയും കേൾക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്തിരുന്നവരാണ് മലയാളികൾ എങ്കിൽ അവരും അതിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫിലസ്തീനിൽ വർഷങ്ങളായി നമ്മുടെ സഹോദരങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇന്നിതാ അറബ് രാഷ്ട്രങ്ങളിലേക്ക് വരെയും അതിന്റെ കെടുതികൾ നീങ്ങുകയും അത് നമ്മുടെ നാടുകളിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിലും ചില യുദ്ധങ്ങളുടെ സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇമാം മഹ്ദി റഹിമഹുള്ളയുടെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില ഹദീസുകളിൽ കാണാം, നിങ്ങൾ ജൂതനസാറാക്കളുമായി സന്ധിയിൽ ഏർപ്പെടുകയും നിങ്ങൾക്കും ജൂതനസാറാക്കൾക്കും പൊതുവായ ഒരു ശത്രുവിനെതിരിൽ നിങ്ങൾ യുദ്ധം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ യുദ്ധത്തിൽ നിങ്ങളുടെ പൊതുശത്രുവിനെ നിങ്ങൾ പരാജയപ്പെടുത്തും. പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ജൂതനസാറാക്കൾ നിങ്ങളെ ചതിക്കും, വഞ്ചിക്കും. അതവരുടെ സ്വഭാവമാണ്, സംസ്കാരമാണ്. ചതിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഒന്നടങ്കം ജൂതനസാറാക്കളുമായി ഏറ്റുമുട്ടുന്ന വളരെ ഭീതിതമായ ഒരു സന്ദർഭം വരും എന്ന് ഹദീസുകളിൽ കാണാം. അവിടെയാണ് ഇമാം മഹ്ദിയുടെ കടന്നുവരവ് എന്ന് ഹദീസുകൾ സൂചന നൽകുന്നുണ്ട്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ 980 ഇറാനിൽ ഷീഅകളുടെ വിപ്ലവം നടന്നപ്പോൾ അതിനെ ചില ആളുകൾ ഇസ്ലാമിക വിപ്ലവം എന്ന് പറയുന്നുണ്ട്. നഊദുബില്ല, കഠിനമായ അക്രമമാണത്. ഷീഅകളുടെ വിപ്ലവം നടന്നപ്പോൾ അഹ്ലു സുന്നയുടെ ഉലമാക്കൾ നിരീക്ഷിച്ചത് പ്രകാരമാണ്, ഒരുപക്ഷെ അത് ജൂതനസാറാക്കളുമായി ഒന്നുചേർന്നുകൊണ്ട് മുസ്ലിമീങ്ങൾ ഈ പൊതുശത്രുവിനെതിരിൽ ഏറ്റുമുട്ടുകയും അതിനുശേഷം ജൂതനസാറാക്കൾ ചതിക്കുകയും വഞ്ചിക്കുകയും അത് ഒരു വലിയ ദുരന്തത്തിലേക്ക്, വലിയ ഒരു ഏറ്റുമുട്ടലുകളിലേക്ക് കടന്നു പോവുകയും ചെയ്യുമെന്ന്
ഉലമാക്കൾ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഇതിനെ നിരീക്ഷിച്ചിട്ടുണ്ട്. എന്താണ് വിശ്വാസികൾ ചെയ്യേണ്ടത്? ഫിത്നകൾ വ്യാപകമാകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നിർദ്ദേശങ്ങൾ വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട്. ബാദിറൂ ബിൽ അഅമാലി ഫിത്ന തഖ്തഇൽ ലൈലിൽ മുദ്ലിം. ഇരുണ്ട രാത്രിയിലെ കഷണങ്ങൾ കണക്കെ ഫിത്ന നിങ്ങളെ വന്നു ബാധിക്കുന്നതിന് മുമ്പ് നിരന്തരം നിങ്ങൾ ഇബാദാത്തുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. നിങ്ങളുടെ ഇബാദാത്തുകൾ നിർത്തിവെക്കാറായിട്ടില്ല, നിങ്ങളുടെ നോമ്പുകൾ നിർത്തിവെക്കാറായിട്ടില്ല. നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, സ്വഭാവ സംസ്കരണ പ്രവൃത്തികൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറേണ്ടതുണ്ട്. മക്കളോട്, അയൽവാസികളോട്, നാം ഇടപഴകുന്ന ആളുകളോട്, നമ്മുടെ സാമ്പത്തിക രംഗം ഏത് വിധേനയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് നന്മകളിൽ അതിവേഗം മുന്നേറുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം തൊട്ടുടനെ നബി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരാൾ പ്രഭാതത്തിൽ മുഅ്മിനായിരിക്കും, പ്രദോഷത്തിൽ അവൻ കാഫിറായി മാറും. ഫിത്ന വ്യാപിച്ചു കഴിഞ്ഞാൽ പ്രദോഷത്തിൽ ഒരാൾ മുഅ്മിനായിരിക്കും, പ്രഭാതത്തിൽ അവൻ കാഫിറായി മാറും. അതിനു മുമ്പ് നിങ്ങൾ ഇബാദാത്തുകൾ കൊണ്ട് മുഖരിതമാക്കുക ജീവിതത്തെ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസീഹത്ത്, നബിയുടെ നിർദ്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് ഇബാദാത്തുകൾ ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് മുസ്ലിം ലോകത്തെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട്, കെടുതികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഇബാദാത്തുകളിൽ മുഴുകുക. ഇതാണ് വിശ്വാസികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈദ് സ്നേഹത്തിൻ്റെതാണ്, സമാധാനത്തിൻ്റെതാണ്. സമാധാനവും സ്നേഹവും കൈമാറാനുള്ളതാണ്. ഇവിടെയും വിശ്വാസികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഇസ്ലാമിന്റെ നിർമ്മിതി തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു പ്രവൃത്തിയുടെയും അടിസ്ഥാനം സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിക്കലാണ്. അള്ളാഹുവിനെ സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾ മുഅ്മിനാവുകയില്ല. മക്കയിലുള്ള മുശ്രിക്കുകൾ അള്ളാഹുവിനെ സ്നേഹിച്ചവരാണ്. നസാറാക്കളും ജൂതരും പറഞ്ഞിരുന്നത് ഞങ്ങളാണ് അള്ളാഹുവിന്റെ സ്നേഹിതർ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മുസ്ലിം ആവുകയില്ല. സ്നേഹത്തിന്റെ അടിസ്ഥാനം അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹു സ്നേഹിക്കുന്നവരെ അഖിലവും സ്നേഹിക്കുക, അള്ളാഹു സ്നേഹിക്കുന്ന കാര്യങ്ങൾ മുഴുവനും സ്നേഹിക്കുക, അള്ളാഹു സ്നേഹിക്കുന്ന പ്രവർത്തികൾ മുഴുവനും സ്നേഹിക്കുക. അള്ളാഹുവിന് എന്തിനോടെല്ലാം വെറുപ്പുണ്ടോ, ഇഷ്ടക്കേടുണ്ടോ അതിന് നാം വെറുക്കുകയും ചെയ്യുക. ഇതാണ് സ്നേഹം. എന്നാൽ മാത്രമേ സ്നേഹത്തിന്റെ പരിപൂർണതയിലെത്താൻ സാധിക്കുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ അഹബ്ബ ലില്ലാഹി വമൻ അബ്ഗദ ലില്ലാഹി. ആരാണോ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി കോപിക്കുകയും ചെയ്യുന്നത് ആരാണോ. സ്നേഹിച്ചാൽ മാത്രം പോരാ, കോപിക്കേണ്ടവരോട് കോപിക്കേണ്ടതുണ്ട്, ദേഷ്യപ്പെടേണ്ടവരോട് ദേഷ്യപ്പെടേണ്ടതുണ്ട്. തിന്മയെ മാത്രം വെറുത്താൽ പോരാ, തിന്മയുടെ ആളുകളെയും വെറുക്കേണ്ടതുണ്ട്. ശിർക്കിനെ വെറുക്കണം, കുഫറിനെ വെറുക്കണം, ബിദ്അത്തുകളെ വെറുക്കണം, തിന്മകളെ വെറുക്കണം. അതേപോലെ തന്നെ അതിന്റെ ആളുകളെയും വെറുക്കേണ്ടതുണ്ട്. അവരോട് നന്മയിൽ വർത്തിക്കുന്നതിനോടുകൂടെ, അത് പ്രത്യേകം അടിവരയിടേണ്ടതാണ്, അവരോട് നന്മയിൽ വർത്തിക്കുന്നതിനോടുകൂടെ അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കാം. പക്ഷേ തിന്മയോട് ഒരു മുസ്ലിമിന് ഹൃദയം കൊണ്ട് ബന്ധമുണ്ടാകാൻ പാടില്ല. തിന്മയോട് ഒരു മുസ്ലിമിന് ഹൃദയം കൊണ്ട് സ്നേഹമുണ്ടാകാൻ പാടില്ല തിന്മയുടെ ആളുകളോടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹബ്ബ ലില്ലാഹി വമൻ അബ്ഗദ ലില്ലാഹി വമൻ അഅതാ ലില്ലാഹി വമൻ മനഅ ലില്ലാഹി. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്താൽ, കൊടുക്കൽ മാത്രമല്ല കൊടുക്കാതിരിക്കലും ഈമാനിന്റെ ഭാഗമാണ്. ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, എന്നാൽ അവൻ ഈമാൻ പരിപൂർണമാക്കി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്നേഹിക്കണം, വെറുക്കണം, കൊടുക്കണം, കൊടുക്കാതിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്. അല്ലാഹു, നിന്നെ സ്നേഹിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് വേണം, നിന്നെ സ്നേഹിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് വേണം. നീ ഞങ്ങളെയും സ്നേഹിക്കണം, നീ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കണം, നീ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് വേണം. നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന സകല പ്രവർത്തികളിലോടും സ്നേഹമുണ്ടാകാൻ അല്ലാഹുവേ നിന്നോട് ദുആ ചെയ്യുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ദുആ ചെയ്യുമായിരുന്നു. ഈദ് നന്മകൾ മുറുകെ പിടിക്കാനുള്ള നന്മയുടെ ദിവസം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പഠിപ്പിച്ചത്. അതിൽ തിന്മകൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ചില ആളുകൾ റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ എത്തിക്കഴിഞ്ഞാൽ തിന്മയുടെ ആഘോഷമായി അതിനെ കൊണ്ടാടുകയാണ്. ചില ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ആളുകൾ പെരുന്നാൾ ദിവസത്തിൽ തന്നെ സംഗീത പ്രവർത്തികളുമായിട്ട്, സംഗീതങ്ങളും നൃത്തങ്ങളുമായി കൊണ്ട് രംഗം കൈയടക്കുകയാണ്. യുദ്ധം കഠിനമായി കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ഇസ്ലാമിക പ്രസ്ഥാനക്കാരുടെ വേവലാതി എന്താണെന്നറിയുമോ? പെരുന്നാളിൽ നാം നിശ്ചയിച്ചിരിക്കുന്നതായ സംഗീത പ്രോഗ്രാമുകൾ നടക്കുകയില്ലത്രേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
എത്ര അധപ്പതിച്ചിരിക്കുന്നു ഈ വിശ്വാസികൾ, ഈ മനുഷ്യർ. അവർ പറയുകയാണ് ഞങ്ങളുടെ പ്രോഗ്രാമുകൾ നടക്കുകയില്ല. മുഅ്മിനീന് ഒരിക്കലും പെരുന്നാൾ തിന്മയുടെ ദിവസമല്ല, നന്മയുടെ ദിവസമാണ്. നന്മകൾ കൊണ്ട് മുഖരിതമാക്കേണ്ടതാണ്. തിന്മകൾ കൊണ്ട് അതിനെ വികൃതമാക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത. നന്മകളാണ് സൗന്ദര്യമുള്ളത്, നന്മകളിലാണ് ഭംഗിയുള്ളത്. ഈദ് ഭംഗിയുടെ ദിവസമാണ്. അതിന് നന്മകൾ കൊണ്ട് അലങ്കൃതമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് ദിവസത്തിൽ സ്വതക്ക ചെയ്യാൻ പ്രത്യേകം കൽപ്പിക്കുമായിരുന്നു. പ്രത്യേകിച്ചും സ്ത്രീജനങ്ങളോട് ധാരാളം കൈയഴിഞ്ഞ് സ്വതക്ക ചെയ്യാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുമായിരുന്നു. നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹം ഒരാളുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് സ്വതക്ക കൊടുക്കുക എന്നുള്ളത്, ദാനധർമ്മം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തിന് മുറുകെ പിടിക്കാൻ, ദാനധർമ്മങ്ങൾ ചെയ്യാൻ, കൂടുതൽ അള്ളാഹുവിലേക്ക് എടുക്കാൻ നാം തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിന്റെ നന്മകളെല്ലാം നേടുന്ന, അത് ലഭിക്കുന്ന, അത് സ്വീകരിക്കപ്പെടുന്ന തൗഫീഖുള്ളവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെട്ട് സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ കരഗതമാക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. നമ്മിൽ ലോകികളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതമേറുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.